നമസ്കാരം. മേലിയ ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തൃശൂർ ചാവക്കാടുള്ള മറൈൻ വേൾഡിന്റെ മനോഹര കാഴ്ചകളാണ് നാം ഇന്ന് കാണുന്നത്. പ്രവേശന കവാടം ജുറാസിക് കവാടം പോലെ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇരുണ്ട വെളിച്ചത്തിൽ പച്ചപ്പിന്റെ ഹരിത കാഴ്ചകളിലേക്കാണ് കടന്നു പോകുന്നത്. തുടർന്ന് അക്വേറിയം, സീ അനിമൺ, വിവിധതരം ഷെല്ലുകൾ ഒക്കെ കാണാം. പവിഴപ്പുറ്റുകൾക്കിടയിൽ ക്ലോൺ ഫിഷും സൗഹൃദപരമായി കഴിയുന്നു. ആഴക്കടലിലുള്ളതായ മനോഹര മത്സ്യങ്ങളെ ഇവിടെ അതിഭംഗിയായി പാർപ്പിച്ചിരിക്കുന്നു. ഇതിനിടയിൽ ചില ഭീകരന്മാരെയും കാണാം. ഇവനാണ് ജിംനോതെറാക്സ് എന്നറിയപ്പെടുന്ന മാംസവുക്കായ മത്സ്യം. പാമ്പിന്റെ രൂപമാണ്, ഹൈലി അഗ്രസീവാണ്. ഇരയെ പിടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു ഭാവമാണ് എപ്പോഴും. തുടർന്ന് മറ്റൊരു കവാടത്തിലൂടെ വീണ്ടും മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ട് ടൈഗർ ഫിഷ്, കൂടാതെ പല സ്പീഷീസിലുള്ളതായ മത്സ്യജാലങ്ങൾ ഇതിൽ കാണാം. പവിഴപ്പുറ്റുകളുമെല്ലാം അതിമനോഹരമായിട്ടാണ് തീർത്തിരിക്കുന്നത്. ആഴക്കടലിനെ അതുപോലെ തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ. ലോബ്സ്റ്ററിനെയും കാണാം. ഇങ്ങനെ നമ്മുടെ കാഴ്ചയ്ക്കുള്ളിൽ കടലിൻ്റെ ആഴങ്ങളിലെ അവിസ്മരണീയമായ കാഴ്ചയൊരുക്കുന്നു. കണ്ടാൽ കല്ലുപോലിരിക്കും. ഇതാണ് സ്റ്റോൺ ഫിഷ്. ഇങ്ങനെ അപൂർവങ്ങളായ മത്സ്യങ്ങൾ കൊണ്ട് സമ്പന്നമായുള്ള അക്വേറിയം ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ്. ഇവിടുത്തെ ശില്പഭംഗി അതീവ ആകർഷണമാണ്. ഇവയെല്ലാം തന്നെ കടലിൽ കാണുന്ന മത്സ്യങ്ങളാണ്. വെള്ളച്ചാട്ടങ്ങളും മരങ്ങളും പ്രകൃതിയും എല്ലാം ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. ജിംനോതെറാക്സിൻ്റെ പുള്ളിയോടുകൂടിയ മറ്റൊരു വേർഷനാണിവൻ. നല്ല നീളമുണ്ട്. ജിംനോതെറാക്സ് എന്നറിയപ്പെടുന്ന ഈ മാംസഭോജിയായ മത്സ്യം പാമ്പിനെ പോലെ ഭീകരനാണ്. ഇതിൻ്റെ ഇണകളുമൊക്കെ ഈ തടാകത്തിൽ, ഈ ചെറിയ അക്വേറിയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. വളരെ മനോഹരമാണെങ്കിലും അടുത്ത് ചെന്നാൽ കടി കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇവൻ്റെ പ്രത്യേകത. ഷാർക്കിനെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ക്രമീകരണം കൂടെ മറൈൻ വേൾഡിലുണ്ട്. നീന്തി തുടിക്കുന്ന ഷാർക്ക്, ഒപ്പം മറ്റു മത്സ്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ മലയോര മേഖലയുടെയും താഴ്വാരങ്ങളുടെയും ഒക്കെ റീക്രിയേഷൻസ് ശില്പരൂപത്തിൽ ചെയ്തിരിക്കുന്നത് സഞ്ചാരികളുടെ, കാണികളുടെ മനം കവരുന്നതാണ്. പാലത്തിൻ്റെയും മരങ്ങളുടെയും ഒക്കെ രൂപമുണ്ട്. നീന്തി തുടിക്കുന്ന ഷാർക്ക് നമ്മുടെ തൊട്ടടുത്തൂടെ കടന്നു പോകുമ്പോൾ ഒരു ഉൾപ്പൊളകമുണ്ടാക്കുന്നു. ഇത് അപൂർവമായ ഒരു കടൽ മത്സ്യമാണ്. അതീവ സുന്ദരമാണ്. അപൂർവ സ്പീഷീസുകൾ, ഒരിക്കൽ പോലും നേരിട്ട് കാണാൻ പറ്റാൻ സാധിക്കാത്ത മത്സ്യങ്ങളും അതീവ ചാരുതയോടുകൂടിയ, പൂർണ്ണതയോടുകൂടിയ ശില്പങ്ങളും ഒക്കെയുണ്ട്. ഇഗ്വാനയുടേതാണ് ഈ ഒരു ശില്പം. അതിലെ ഓരോ ഫീച്ചേഴ്സും വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇണക്കുരുവിള പോലെയുള്ള ഇഗ്വാനകൾ കടലിനടിയിൽ നഷ്ടപ്പെട്ടു പോയ നഗരത്തെ പുനരാവിഷ്കരിച്ചിരിക്കുന്ന പോലുള്ളതായ ശില്പഭംഗിയാണ് ഇവിടെ. ഇഴജന്തുക്കളും ആംബിബിയൻസും ഒക്കെ ഇവിടെ കാണാം. ഫ്ലെമിംഗോ പറന്നിറങ്ങുന്ന മനോഹരമായ ദൃശ്യം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. നമുക്ക് വീണ്ടും കാണാം. മേലിയ ന്യൂസ്. നമസ്കാരം.